ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്കൾ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 200 ഡേയ്സ് എന്ന് പറയുന്ന സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പം ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. ചാനലുണ്ട്, നമ്മൾ അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും പോകണം, കാണണം. വീട് തുടങ്ങുമ്പോൾ തന്നെ രാത്രി ആവലയുടെ എന്തുവാണെന്നറിയില്ല. അയ്യോ ഓക്കെ, ഓൾ സെറ്റ്. ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് വുഡൻ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ ടൂൾസിലേക്ക് ഒന്ന് മാറാൻ നോക്കാം. എന്നുവെച്ചാൽ നമ്മളിന്നലെ ഫസ്റ്റ് എപ്പിസോഡിൽ പോലും നമ്മൾ വുഡൻ ടൂൾസ് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഗൈസ്, ഈ സാധനം വന്നല്ല. സ്പിയറിൽ നന്നാത് ഉണ്ടാക്കണമല്ലോ. നമുക്ക് ഫസ്റ്റ് പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാണ്ട് എവിടെ കുഴിക്കാടെ ഈ വലിയ ജംഗിൾ ട്രീനൊന്നും ചെയ്യണ്ട. നമുക്ക് ഇതാണ്ട് ഇവിടെ നിന്ന് അതുകൊണ്ട് ഈ മരം നിൽക്കുന്നിടത്തുനിന്ന് ഒരു കുഴി വെട്ടാം. ഈ വുഡ് എടുത്തേക്കടെ ആവശ്യം വരും സ്റ്റിക്കൊക്കെ ഉണ്ടാക്കാൻ. ഗൈസ്, അപ്പം ഫുൾ സ്റ്റോൺ ടൂൾസ് ആയിട്ട് നമുക്ക് കാണാടെ, അതാണ് നല്ലത്. അപ്പം നമ്മൾ സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടി സ്റ്റോൺ സ്പിയർ ഇല്ലേ, ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഫർണസ് ഉണ്ടാക്കി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ സ്പിയർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇതാ തോന്നുന്നത് ഇതിൻ്റെ മെയിൻ. നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്. എന്തുവാ? ഇതിങ്ങനെ പിടിക്കാനുള്ള, ഇങ്ങനെ പിടിച്ചിട്ട് ജമ്പ് ചെയ്യാനോ? നമുക്ക് ആ ഡ്രൗണിലൊന്നിത് പരീക്ഷിച്ച് നോക്കാം. എന്നെ തേടി ഇങ്ങോട്ട് വരേണ്ടതാണ്. കുഴപ്പമില്ലതാണല്ലേ. അത്യാവശ്യം അയ്യോ എന്നെ തല്ലിക്കൂടാ. ഓക്കെ കുഴപ്പമില്ല. കരയിലൊന്ന് വരണം. അതിന് മുമ്പ് എൻ്റെ കൺട്രോളൊന്ന് സെറ്റാക്കട്ടെ. ഇതിൻ്റെ സൈസ് കുറച്ച് കൂട്ടണമല്ലോ. ഡൺ. പിന്നെ ആരും വന്നാലും എടുക്കും. സ്പിനക്ക് നോട്ടറേഷനിൽ പിടിച്ചെടുത്ത അണ്ടർ ഫൈറ്റ് ബ്രോ. സാധനം എടാ, അതും നോട്ടലേഷനിൽ കിട്ടിയോ? കോപ്പറായി
എടാ ഇതെന്താ എടാ ഏയ് ഇതെന്ത് ടോർച്ച? ആഹാ എടാ കോപ്പർ വിളിച്ചിട്ടാ. ഇതൊക്കെ പുതിയ സുനാപ്പികളാണ്. ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രംഗത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കോപ്പറിൻ്റെ ശൂലുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ ചിരി വരണം. സ്മോജാങ്ക് കുഴപ്പമില്ല. ഇപ്രാവശ്യം അത്യാവശ്യം ക്രീപ്പർ നശില്ല. ഞാനൊക്കെ ക്രീപ്പർ നശില്ലേ കുത്തിരിക്കണ ക്രീപ്പറിനെ ശൂലം കൊണ്ട് ഞാൻ കൊല്ലും. എവിടെ എടുത്തു ഞാട്ട് പറ്റിച്ചാലാ. നീ ആ കിളിയാന്ന് നിന്നിട്ട് പറയണെങ്കിൽ ഞാനുണ്ടല്ലോ. അള്ളാ ക്രീപ്പർ ഒറിജിനലല്ല കിളിയല്ല. ഓ കൊല്ലേ. ഓ എടി ഇതെന്താ സംഭവം? ഇങ്ങനെ വെച്ച ഡാമേജ് കിട്ടുമോ? ഒരു കോയിൻ്റെ കോയി ആ പൂച്ചേനെ പരീക്ഷിക്കണ്ടേ. ആ കോഴിയോടെ കോയി അതാടാ. ഹലോ. ഓ ഇതെത്ര സ്പീഡിൽ നമ്മൾ വരുന്നു. അങ്ങനെ എന്തോ അല്ലേ ഇത്? അതിൻ്റെ ഒരു ടീസർ കണ്ടായിരുന്നു. നമുക്ക് ഓടി വന്നിട്ട് നിൽക്കുന്നത് അതായത് കൊണ്ടില്ല. കോയി അതന്നെ എടാ മറുതീര അലച്ചേടാ വീര. ഓ അപ്പം നമുക്ക് ഈ കുതിരയിലൊക്കെ കയറിയുന്ന അത് കൊള്ളാല. ആ പരിപാടി എനിക്കിഷ്ടമായി. അതിൻ്റെ താഴേക്ക് ലഷ്കയുണ്ട്. അതൊക്കെ സ്വിച്ച് നമ്മളെ ഹൗസ് ഇപ്പം തൽക്കാലം അപ്പുറത്തന്നെ ഉണ്ടാക്കാമല്ലോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെയാണ് ഇഷ്ടമായത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒന്ന് വെട്ടി നികത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഓക്കെ, അപ്പം ഒന്ന് വെട്ടി നികത്തിയിട്ടൊക്കെ വരാടെ. പണി കഴിഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഇടക്കാണ് താണ്ട് ഇവന്മാർ വന്നത്. ഇവന്മാരുടെ എന്തുണ്ടെങ്കിൽ ഒരേ ഒരു എമറാൾഡ് ഉണ്ടോ? ഒരേ ഒരു എമറാൾഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിന് നീ വെക്കണത് എന്ത്? കൊടുത്ത എമറാൾഡ് ഇച്ചിട്ട് പാടെ. ഡ്രൈഡ് കഴുപ്പ് അല്ല, ഗ്രീൻ ഡൈ ആണ് കേട്ടോ. എന്താ ഇൻവെസിബിൾ. അയൺ പിക്കാക്സ് അത്യാവശ്യം കൊള്ളായിരുന്നേ. എടാ പാണ്ട എടാ 9 ഉണ്ടായത് തീരെയിരുന്നു. കോപ്പറങ്ങാനോ രാത്രി ആവാനായാ? നമ്മൾ ഈ വീട് കയറിയിട്ട് 5 ദിവസമായി. നമ്മുടെ ടാർഗറ്റ് 200 days ആണ്. 200. അവൻ്റെ എടുക്കുന്ന ലീഡങ്ങ് എടുത്തേക്കാം. പിന്നെ എൻ്റെ പുതിയ ചെണ്ണോട് എടുക്കണ്ട. കിട്ടി.
എന്തോ ഓരോരോ മോഡോ അയ്യോ 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 ആ ഇതിന്ന് മിന്നാമിന്നെല്ലാം ഇറങ്ങി വരും കേട്ടോ. നമുക്ക് കുറച്ച് അത്യാവശ്യം കൃഷി സ്ഥലം, അതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. അതായത് ആടെ കുറച്ച് നമുക്ക് ഫുഡിന് ഒരു ക്ഷാമം വരുത്തും. രക്ഷപ്പെട്ടു പോട്ട് പുല്ല്. പിന്നെ ഞാൻ തീരുമാനം മാറ്റി അടുത്തെല്ലാം മരം മുറിക്കുന്നുണ്ട്. അത് ആ ഒരു സ്ഥലത്തിന് മാത്രം കൗ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ ഉള്ളത് കോക്കോബീൻ ഫാം ആൻഡ് കോക്കോബീൻ ഫാം, പാഡി അതായത് വീറ്റ്, പിന്നെ നമ്മുടെ വാട്ടർ മെലൺ, അത് ഇല്ലല്ലോ പറഞ്ഞോടാ കുറേ പാവപ്പെട്ടവൻ്റെ സ്റ്റെഫർഡേ. പിന്നെ ഇതിൻ്റെ പുതിയ ആനിമേഷൻ, അതായത് ഓബി എന്ന് പറയുന്നത് 2.3 അല്ല മറന്നു വേടാ. ഫ്രീ ഫയർ ഇതും കൂടി കൊളാബാണ്. അത് ശരിയല്ലോ, നമ്മളെ ഫ്രീ ഫയറിൽ മൈൻക്രാഫ്റ്റിൻ്റെ കൊളാബറേഷൻ വന്നാൽ, അതേപോലെ തന്നെ ഫ്രീ ഫയറിൻ്റെ മാർക്കറ്റ് പ്ലേസ് വന്നല്ലേ ഒരു മാപ്പ് കിട്ടില്ല പോലെ ഇരിക്കൂല. കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ പ്ലാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മരം ഫുൾ അങ്ങ് വെട്ടി തീർക്കാം. അതായത് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതാണ്ട് ഇവിടെ കിടക്കണ ഈ ഒരു ലെയർ ഫുള്ള് വെട്ടി മാറ്റാം. ഈ സാൻഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നില്ല. സാൻഡ് നമ്മൾ റീപ്ലേസ് ചെയ്യും, നമ്മൾ ഡേർട്ടിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യും. പിന്നെ അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതാക്കി ഒരു സൈഡിലൊക്കെ ഫെൻസ് വെച്ചിട്ട് ത്രികോണാകൃതിയിൽ റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മൾ ഒരു സ്ഥലം പണിയും. എന്നിട്ടാവുമ്പം അതിൻ്റെ ഉള്ളിൽ കോക്കോബീന്, വീറ്റ്, ബ്രെഡിനുള്ളത്, പിന്നെ ഷുഗർ കെയിന്, പിന്നെ നമ്മളെ വാട്ടർമെലൺ ഒക്കെ ആയി തോന്നുന്നു. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഈ ഐലൻഡിനെ കുറച്ചുകൂടി വികസിപ്പിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങനെ നമ്മളെ ഈ അതായത് ആനിമൽസ് പെന്നൊക്കെ ഇല്ല, അതൊക്കെ കെട്ടാകുമ്പം സെറ്റപ്പ് ആക്കാം. ഇപ്പം അതിനൊന്നും സമയമില്ല. ഇപ്പം നമുക്ക് ഇതൊക്കെ വെട്ടി നിരത്തി നല്ല സമയം പിടിക്കുന്ന പണിയാണ്. മൈൻക്രാഫ്റ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് ബിൽഡ്, അതാണ് ഇത്രയേ ഉള്ളൂ. ഇത് മൈൻക്രാഫ്റ്റ് ഇത്രയല്ല, നമുക്ക് ഇത്ര പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും ക്ലീനായിട്ട് നമുക്ക് ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്താ ആശാന്മാരാണ് സുഖല്ലേ പൊത്തങ്ങ തട്ടാ. ചാവുന്നത് എന്നാലും വരും ചാവാനായിട്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അതാണ് നല്ലത്. ഓട്ടം ഫ്ലക്ഷൊക്കെ വെച്ച് സേവ് ചെയ്തൊക്കെ എന്ന് വെച്ചാൽ ഈ റിംഗ് കമ്പോസ്റ്റൊക്കെ റിംഗ് കമ്പോസ്റ്റ് അല്ല, പക്ഷെ അതിൻ്റെ പേരെന്തുവായിരുന്നു, കമ്പോസ്റ്റർ, വെറും കമ്പോസ്റ്റർ ഒന്നും വേണ്ട, അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഞാൻ ഇതിപ്പം വെട്ടണോന്നാണ് ആലോചിക്കുന്നത്. ഇത് കാണാൻ അത്യാവശ്യം കുമ്പുണ്ട്. പിന്നെ അടുത്ത സാൻഡൊക്കെ അത്യാവശ്യം അത് മാറ്റുന്നില്ലല്ലോ.
മാറ്റുന്നില്ല, നമ്മൾ സാൻഡ് അത്യാവശ്യം മാറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇത് മാറ്റണ്ടല്ലേ, അത് ഈ വരെ നമുക്ക് വെട്ടണ്ട. ഓക്കെ ഓക്കെ, ഒന്നെങ്കിലും അവിടെ കിടക്കട്ടെ ഈ ഐലൻഡിൽ, പിന്നെ ഐലൻഡിൽ മരയില്ല ഉണ്ടാവില്ല. എന്താ ഒരു വാക്കുണ്ടോ വെട്ടാൻ? ഉണ്ട് 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 ഉണ്ട്, ഒരു പീസ് ഉണ്ട്, ഒരു പീസ്. രസമുണ്ടല്ലോ ഇത് കാണാൻ. ഇതൊക്കെ ഒന്ന് പോട്ടെ. ഇനി നമുക്ക് പോയിട്ടാകുമ്പം ഒരു 3 ഷവൽ, 2 പൊട്ടിയാലും 1 നമ്മുടെ അടുക്ക് ഉണ്ടാവുമല്ലോ, ഇല്ലല്ലേ? ഉണ്ടാവുമല്ലേ? ഓക്കെ, അപ്പം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് 3 ഷവൽ. ഇനി ഞാനവിടെ ഫ്ലാറ്റ് ആക്കിയിട്ടാകുമ്പോൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ ആടെ നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ അത് ആടെ തന്നെ കെട്ടും. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ ഫാർമിങ് ഏരിയയിലേക്ക് മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞാൽ ഒട്ടും സേഫല്ല. ആടെ വെച്ച ഫെൻസിനെ കൊണ്ടൊക്കെ കെട്ടി സേഫാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മളെ ഇവിടുത്തെ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിൾ അതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റലാണ്, ഷിഫ്റ്റ് ചെയ്യലാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യണത്. ഓക്കെ പാണ്ടക്കുട്ട, ഇപ്പം ഈ പാണ്ടേനൊന്നും മൈൻഡാക്കണത്തെ നോക്കണം. നമ്മൾ ഈ പാണ്ടക്കൊക്കെ വലിയ ബംഗ്ലാവൊക്കെ കെട്ടിക്കൊടുക്കും. പിന്നെ ഇതാണ് നമ്മളെ സ്ഥലം. നമ്മളിപ്പോൾ കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഇതാണ്ട് ഇതാ. ഓക്കെ, നമുക്കിപ്പം വേണ്ട സാധനങ്ങൾ മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് വേണ്ടാത്ത സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വെക്കാം. ഫെൻസ് വേണ്ടി വരും. എന്തൊക്കെ എന്തിനാണാവോ ഇത്രയൊക്കെ. ഓക്കെ, അപ്പം ഇത്ര സാധനങ്ങൾ മതി. ആദ്യം തന്നെ നമുക്ക് ഗേറ്റ് വെക്കാം. ഫ്രണ്ട് ഗേറ്റ് തന്നെ ആദ്യം വെക്കാം. 4 എണ്ണ ഇല്ല, പക്ഷെ അത് പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ. ഫ്രണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഗേറ്റ് വേണം. നമ്മൾ നേരത്തെ ഗേറ്റിൻ്റെ എണ്ണ കേട്ടോ നോക്കിയത്. ഇവിടെ ഒരു ഗേറ്റ് വേണം, കാരണം ഇത് ഇങ്ങനെ ഇപ്പോൾ ഇത് നേരെ പുറത്തേക്ക് പോകുന്ന. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കടൽ പോലത്തെ സംഭവം. അതിനു മുമ്പ് ഞാൻ ഒന്ന് നീന്തി അപ്പുറത്തേക്ക് പോയിട്ടാ ഇതില്ലേ, ഇത് പേര് പറഞ്ഞല്ല. ഓക്കെ, ഷുഗർ കെയിൻ അത് പൊട്ടിച്ചെടുക്കട്ടെ. നടാൻ വേണ്ടി വരും. അവതാരപ്പിറവികളുടെ ഓക്കെ നമ്മളെത്തിയിട്ടുണ്ട്. ഇത് വീറ്റാട്ടോ, വീറ്റിലാണ്. നമുക്ക് വേറൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വേണ്ട, അതാണ് നല്ലത്. പിന്നെ നമുക്ക് നമ്മുടെ ഇത് ഷുഗർ കെയിൻ നട്ട് വെക്കാം. വളരുന്നത് വളരട്ടെ. ആദ്യം നമുക്ക് കണ്ട് ഈ സൈഡിലുള്ള അങ്ങ് നട്ട് വെച്ചേക്കാം. അതാണ് കിട്ടത് സാധനം. ഗേറ്റ് അടച്ചേക്കാം, അല്ലെങ്കിൽ ഡ്രോണോ തേങ്ങയോ മാങ്ങയോ അകത്ത് കയറി വരും, പ്രശ്നമാക്കും. പിന്നെ ഇവിടെ കോക്കോ ബീൻസ് ഉണ്ടോ കൈമ? ഇല്ല, അത് ജസ്റ്റ് പോയിട്ട് എടുത്തിട്ട് വരാം. ഉണ്ട് അത്യാവശ്യം 14 എണ്ണൊക്കെ ഉണ്ട്. അത് മതിയില്ലേ ഉണ്ണി? ഇതും നട്ട് വെച്ചിട്ടുണ്ട്. സോഡിയുടെ കൂടെ ചാടിക്കാനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് ടിൽറ്റ് ചെയ്യാം. ടിൽറ്റ് മീൻസ്
ഹോ ചെയ്യാം, അതായത് ഇങ്ങനെ ആക്കാം. ഇത് വെറുതെ ടൈപ്പതാണ്. ഇവിടെ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന വാട്ടർമെലണാണ്, അതായത് തണ്ണിമത്തൻ കൃഷി. മനസ്സിലായല്ലോ ഗൈസ്? ഇവിടെ ആവില്ലടാ, ഒരു ബ്ലോക്കും കൂടി വേണമായിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലും പോരെ, ഇങ്ങനെ എടുത്ത് ഓക്കെ. അപ്പം നമ്മൾ ഇതാണ്ട് ഇത്രയും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് ഇതാണ്ട് ഇവിടെ വീറ്റ് ഫാം, അതായത് അങ്ങനത്തെ ഒക്കെ. ഇവിടെ ഷുഗർ കെയിൻ, ഇവിടെ നമ്മളെ കോക്കോ ബീൻസ് ഇല്ലേ, അത് വളരും തോറും നമ്മളാക്കിക്കോളും. പിന്നെ ട്രീ ഫാം, അതാണ് മെയിൻ, ട്രീ ഫാമും. പിന്നെ അതാണ്ട് മെലൺ. ഇത്രയും ഫാംസാണ്, അതായത് നാച്ചുറൽ ഫാംസാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ മരം അത് വെറുതെ വെച്ചതാണ്. പിന്നെ ഇവിടെ നമ്മൾ തൽക്കാലം നമ്മൾ നാളെ ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ, അതായത് ഒരു ഇത്ര നീളത്തിലുള്ള ഒരു ബിൽഡിങ്, ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്, അതായത് ഇവിടെ ക്ലോസ് ആയിരിക്കും, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു സ്ഥലം, അങ്ങനെ ഒരു ബിൽഡിങ് നമ്മൾ കെട്ടും, പണിയും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതാണ്ട് ഈ സംഭവങ്ങൾ, അതായത് ഈ ചെസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ആക്കിയിട്ട് നമ്മുടെ കോപ്പർ ഗോളം, അതായത് ഈ അപ്ഡേറ്റ് കൊണ്ടുവന്ന കോപ്പർ ഗോളത്തിനെ ഇവിടെ വെച്ചിട്ടാകുമ്പോൾ നമ്മളൊരു സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ തയ്യാറാക്കും. വലിയ സ്റ്റോറേജ് ഒന്നും, മെഗാ സ്റ്റോറേജ് ഒന്നും ആയിരിക്കില്ല, ഒരു മിനി സ്റ്റോറേജ് ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്. എന്ന് വെച്ചാൽ സെക്കൻഡ് എപ്പിസോഡിൽ ഏതാണ്ട് ഇത്രയും, അതായത് 3 ദിവസം കാറ്റായി തോന്നുന്നു, അല്ല 3 ദിവസം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് കളിച്ചിട്ട് 3-4, ഓക്കെ 3-4 ദിവസമേ കളിച്ചിട്ടില്ലോ. എന്നിട്ട് ബാക്കിയുള്ള ദിവസം നാളെ ഇത്രയും പ്രോഗ്രസ് നമ്മൾ ഉണ്ടാക്കി, ഇത്രയും. ഓക്കെ, അപ്പം നാളെ മൈൻക്രാഫ്റ്റിൻ്റെ 2 വീഡിയോ വരും. കൂടാതെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു വീഡിയോ വരും. ഫ്രീ ഫയർ കാണില്ല, ഫ്രീ ഫയർ കാണാൻ സാധ്യത കുറവാണ്. യെസ്, ഫ്രീ ഫയർ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കറിയില്ല, ഫ്രീ ഫയർ ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ ഫ്രീ ഫയറിന് പകരം നാളെ മറ്റേതെങ്കിലും വെറൈറ്റി ഗെയിംസ് നമ്മൾ കളിക്കുന്നതായിരിക്കും. ഗോകുവിൻ്റെ ലെജൻസ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് തന്നെ ഒരു പ്രാവശ്യം കൂടി കളിക്കുക. അതായത് നാളെ 3 എപ്പിസോഡ് വരും മൈൻക്രാഫ്റ്റ് ചിലപ്പോൾ, അല്ലെങ്കിൽ ഉറപ്പായും 2 എപ്പിസോഡ് എന്തായാലും വരും. അരമണിക്കൂറിൻ്റെ, അതായത് ഒരു 20 മിനിറ്റിൻ്റെ ഒക്കെ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.